ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറി അക്ഷയയിൽ കൂടിയുള്ള അക്ഷയ് പ്രകാശാണ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതെ പോകുന്ന പ്രണയങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ക്രിഞ്ച് അടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്നറിയാം. ബട്ട് യു ഷുഡ് ഹിയർ ദിസ്. എന്തായാലും കേൾക്കാൻ വന്നതല്ലേ, ഒന്ന് കേട്ടിട്ട് പോകാം. ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതേ അൺടോൾഡ് ലവിനെ പറ്റിയിട്ടാണ്. യെസ്, ഈ ഒരു അൺടോൾഡ് ലവ് ഇത്രമാത്രം ക്രിഞ്ച് ആവാനുള്ള മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ നമ്മളെല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് പ്രോഗ്രസീവാണ്. എല്ലാവരും നല്ല ഒരു മെജോറിറ്റി ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓപ്പണായി സംസാരിക്കാനും ആ ഒരു ഇൻട്രോവേഴ്സിയൊക്കെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞു എന്നുള്ള തോട്ട്സൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ പലയിടങ്ങളിലായിട്ട് പല മനുഷ്യരിലായിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് പൈങ്കിളി പ്രണയമൊക്കെ ഇപ്പോഴുണ്ടല്ലേ. ഇത് അത്രയും പൈങ്കിളി ടൈപ്പ് ആണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വിനീത് ശ്രീനിവാസൻ കൊടുക്കുന്ന റിപ്ലൈസ് പോലെ പ്രണയം എന്നും പൈങ്കിളിയാണ്, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കുന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഫിലിംസൊക്കെ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഈവൻ അത് പ്രണയമാവട്ടെ, ഫൈറ്റ് ആവട്ടെ, എന്താവട്ടെ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പറയാതെ പോയൊരു പ്രണയത്തെ പറ്റിയിട്ടാണല്ലോ. നമ്മൾ ചെറിയ ആൾക്കാരെങ്കിലും നമ്മുടെ ഫീലിങ്സിനെ പുറത്ത് കാണിക്കാനായിട്ട് ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നുള്ള ചിന്ത, അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കും, അവരത് അക്സെപ്റ്റ് ചെയ്യുമോ, ഇനി ഈ ഒരു റീസൺ കൊണ്ട് നമ്മൾ അവരോട് പിന്നീട് സംസാരിക്കാൻ പറ്റാണ്ടാവുമോ, ഇത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ എഫക്റ്റ് ചെയ്യുമോ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ചിന്തകളാണല്ലേ. നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? ചിലപ്പോൾ അത് നിങ്ങളെ ലൈഫ് വരെ ഹോണ്ട് ചെയ്യപ്പെടാന്നുള്ളതാണ്. ഈ ഹോണ്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഹൊറർ ടച്ചൊക്കെ ഉണ്ടാവുമല്ലേ. അതിനോ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഈ ഒരു അൺടോൾഡ് ഫീലിങ്സൊക്കെ അല്ലെങ്കിൽ അൺടോൾഡ് ലവൊക്കെ അത്രമാത്രം നമ്മളെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒന്നല്ല ഒരുപാട് പേര് ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവൻ അത്രമാത്രം ജെന്യുവനായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. ഇവൻ കോളേജിൽ ഫസ്റ്റ് ഇയറുള്ള ടൈം എങ്ങാനാണ് നമ്മുടെ നായികയെ കാണുന്നത്. പക്ഷേ ഒരിക്കൽ പോലും അവളുടെ അടുത്ത് തൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ പോട്ടെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ഇതുപോലും ട്രൈ പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ഗട്ട്സ് ഇല്ലാത്തവെന്നൊക്കെ തോന്നുമായിരിക്കും. ബട്ട് ഇറ്റ്സ് ഈസി ടു തിങ്ക് സോ. പക്ഷേ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്, ആ ഒരു സ്ട്രഗിളൊക്കെ ഭയങ്കര ഹാർഡാണെന്ന് തോന്നുന്നു. അവൻ ഈ അടുത്താണ് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതായത് ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട്, അപ്പോൾ ടോട്ടൽ ഏതാണ്ട് 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എവിടേക്കോ ഇവ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയും വർഷമായിട്ടും അവൻ്റെ ആ ഒരു ഫീലിങ്സിന് ഒരു കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ നായികയ്ക്ക്. പക്ഷേ സെയിം സൈഡിൽ ഇവനൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ അത്യാവശ്യം ടഫ് ലുക്കൊക്കെ ആയിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ അവളുടെ പിറകിൽ നടക്കുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? യെസ്, വീണ്ടും ആ ഒരു ചിന്തയൊക്കെയാണ് വരുന്നത്. ഇവൻ്റെ ആ ഒരു അറ്റൻഡൊക്കെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് തോട്ട്സ് ഉള്ളതുകൊണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെയല്ല പല മനുഷ്യരെന്നുള്ളതാണ്. അതായത് ഇതൊരുമാതിരി ജിസ് ജോയ് പടത്തിൽ പറയുന്ന പോലെ എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളും നിറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു തോട്ടായി പോയി എന്നറിയാം. ബട്ട് ഇറ്റ്സ് ട്രൂ എന്നുള്ളതാണ്. അതായത് അവൻ എൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് ഓപ്പണായി സംസാരിക്കുന്നവരെ എനിക്കും ഈ ഒരു സെയിം തോട്ട്സൊക്കെ ആയിരുന്നു കേട്ടോ. ബട്ട് അവൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. സംടൈംസ് ഇറ്റ്സ് ബ്ലഡി മണ്ടത്തരം ദാറ്റ് വി ഡിഡ്ന്റ് ടോക്ക്. കാരണം നിങ്ങൾ സംസാരിച്ചേ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഇത്രയും സ്ട്രെസ്സൊക്കെ തലയിൽ നിന്ന് പോയി കിട്ടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഇറ്റ്സ് സംതിങ് എന്താ പറയുക, എനിക്കതെങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മളെടുക്കുന്ന ആ ഒരു ഡീപ്പ് ബ്രെത്ത്, ആ ഒരു ശ്വാസം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലൊക്കെ കയറി ചെല്ലുകയും അപ്പോൾ നമ്മളൊന്ന് ഓണാവും. ഇത്രയും കാലം ഉള്ളിലൊതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ വെയിറ്റൊക്കെ മെല്ലെ ഇറങ്ങി പോകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ എത്രയാണെന്ന് വെച്ചാണ് വെറുതെ ഇതൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈവൻ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെസ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ലേ. വെയിറ്റ് ലോസ് ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ സ്കിന്നിൽ വ്രിങ്കിൾസ് പോലും ഉണ്ടാകാറുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും മാറി ചിന്തിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും ഈവൻ ഇഫ് ഷീ ഹി സേസ് നോ, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അവരുടെ ഫീലിങ്സിനെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഒരാളുടെ അടുത്ത് അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കും അതുപോലെ നമ്മളുടെ അടുത്ത് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മളൊരു നല്ല ഫ്രണ്ടായിട്ട് അവൻ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാതെ ചുമ്മാ അവരോട് ദേഷ്യം കാണിക്കാനോ അതിൻ്റെ പേരിൽ മിണ്ടാതിരിക്കാനോ പോകാണ്ട് അവരുടെ ഫീലിങ്സിനെ കൂടി റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈവൻ ഒരാൾ നമ്മൾ എടുത്തു വന്നിട്ട് അവരുടെ ഫീലിങ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് തട്ടിക്കളയാതെ അവരെ കാര്യങ്ങൾ മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
വെറുതെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ എല്ലാം തുറന്ന് പറയാൻ എല്ലാവർക്കും പറ്റട്ടെ. സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റട്ടെ. സ്ട്രെസ് ഫ്രീ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ പറ്റട്ടെ. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടെയുള്ളത് അക്ഷയ് പ്രകാശാണ്. ബൈ.